എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുക്കുന്ന പേര് ദ റൈറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ പവർ ഇൻ ഇന്ത്യ എന്നാണ്. അതിന്റെ ഒരു പ്രതികാരം പോലെ വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഭരണം ക്രിസ്തു മതമായിട്ട് അങ്ങനെ നാഭീനാള ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യക്ക് ഹിന്ദു മതവുമായിട്ടും അങ്ങനെ നാഭീനാള ബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു മറുപടി പോലെ GD മിശ്രന്റെ പുസ്തകം വരുന്നുണ്ട്. പൊതുവെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയുടെ ഭൂതകാലത്തെ മതാത്മകമായിട്ട് വിഭജിക്കുക അവിടെ തീർന്നില്ല. ഈ പ്രാചീനമായ ഹൈന്ദവ കാലം, മധ്യകാലത്ത് ഇസ്ലാമിക കാലം, ഇവയ്ക്കിടയിലുള്ള തീർത്താൽ തീരാത്ത സംഘർഷങ്ങൾ, അതുകൊണ്ട് മതവൈരുദ്ധ്യങ്ങളുടെയും മതസംഘർഷങ്ങളുടെയും ഒരു ഭൂതകാലമാണ് ഇന്ത്യയുടേതെന്ന് കരുതുക. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആചാരഭ്രാന്തിന്റെയും ഒക്കെ ഒരു ഭൂതകാലമേ ഇന്ത്യക്കുള്ളൂ. അഭിമാനാർഹമായ യാതൊന്നുമില്ലാത്ത മെക്കാളയുടെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഇന്ത്യയിലെ മുഴുവൻ വിജ്ഞാനവും ചേർത്ത് വെച്ചാൽ അതൊരു ബ്രിട്ടീഷ് ഗ്രന്ഥാലയത്തിലെ ഒരു ഷെൽഫിലെ പുസ്തകങ്ങളിലെ വിവരങ്ങളിൽ കുറവായിരിക്കും എന്ന് മെക്കാളെ പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസ ജടിലമായ പ്രാകൃത ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരെ സംസ്കാരത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പണിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് വാദിച്ച് സമർത്ഥിക്കാൻ ഉതകുന്ന ധാരാളം രചനകൾ, വിശദാംശങ്ങളിൽ ധാരാളം സമൃദ്ധിയുള്ളപ്പോൾ തന്നെ അടിസ്ഥാന വീക്ഷണമിതായ രചനകൾ പുറത്തു വരുന്നുണ്ട് 19-20 നൂറ്റാണ്ടുകളിൽ. അവയെ ആകെ ചേർത്ത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വിളിക്കാം, സാമ്രാജ്യവാദപരമായ ചരിത്ര വിജ്ഞാനം എന്ന് പറയാം. ഇപ്പോ ജയശ്രീന്റെ പുസ്തകമാണ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഇന്ത്യയിലെ ICSകാരെ, സിവിൽ സർവീസുകാരെ ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് വിൻസെന്റ് സ്മിത്തിന്റെ പുസ്തകമാണ്, കേംബ്രിഡ്ജ് ഹിസ്റ്ററിയാണ്. കേംബ്രിഡ്ജ് ഹിസ്റ്ററിയിൽ വിൻസെന്റ് സ്മിത്ത് ഏറ്റവും പ്രധാനമായി പരിഗണിച്ച ഒരു വിഷയം അലക്സാണ്ടർ ഇന്ത്യ ആക്രമണമാണ്. ഏതാണ്ട് വിൻസെന്റ് സ്മിത്തിന്റെ പുസ്തകത്തിന്റെ 1/3 വരുന്ന ഭാഗം അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണവും അത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഉണ്ടാക്കിയ ഗതിഭേദങ്ങളും ചർച്ച ചെയ്യുന്നു. ബാക്കി എല്ലാറ്റിനും കൂടി അദ്ദേഹം 3-2 ഭാഗം കൊടുക്കുന്നു. വാസ്തവത്തിൽ പഞ്ചാബിന്റെ കിഴക്കൻ മേഖലയിൽ കുറച്ചു കാലം വന്നിട്ട് അലക്സാണ്ടർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അഖില ഭാരതീയമായ ഒരു വ്യാപ്തിയൊന്നും ഗ്രീക്ക് ഇടപെടലിന് ഉണ്ടായിട്ടില്ല. പക്ഷേ വിൻസെന്റ് സ്മിത്ത് മാത്രമല്ല, പിന്നീട് ഇന്ത്യയുടെ വാസ്തുശില്പത്തെ കുറിച്ചോ ശില്പകലയെ കുറിച്ചോ കലാചരിത്രത്തെ കുറിച്ചോ ഒക്കെ പഠിച്ച ഒട്ടനവധി പണ്ഡിതന്മാർ. ഇപ്പൊ രാജതരംഗിണി എന്ന് പറയുന്ന ഒരു വംശാവലി കാവ്യം 12-ാം നൂറ്റാണ്ടിലുണ്ടായി കാശ്മീരില്. രാജതരംഗിണി കൽഹണന്റെ കൊട്ടാരം കവി ഹർഷന്റെ കൊട്ടാരം കവിയായിരുന്ന കൽഹണൻ എഴുതി തയ്യാറാക്കിയതാണ് രാജതരംഗിണി. ഒരു വംശാവലി കാവ്യമാണ്. ഏതൊക്കെ രാജാക്കന്മാർ എത്ര കാലം ഭരിച്ചു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ വിവരിക്കുന്ന ഒരർത്ഥത്തിൽ ഒരു ക്രോണോളജിക്കൽ സെൻസുള്ള കാലക്രമബോധത്തോടെ രാഷ്ട്രീയ നേതൃത്വത്തെ വിവരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് രാജതരംഗിണി. ഈ രാജതരംഗിണി ഉണ്ടായതിന് പോലും ബ്രിട്ടീഷുകാർ നൽകിയ വിൻസെന്റ് സ്മിത്തും സുഹൃത്തുക്കളും നൽകുന്ന ഒരു വിശദീകരണം ഗ്രീക്ക് സ്വാധീനത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്ത്യക്കാർക്ക് കാലബോധം വന്നത് എന്നാണ്. വാസ്തവത്തിൽ അവരറിയാത്തൊരു കാര്യം, രാജതരംഗിണിക്ക് 1 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ മൂഷകവംശമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ നമുക്ക് മൂഷകവംശമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാജതരംഗിണി ഉണ്ടാവുന്നത്. തൈപ്പ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഭാരതീയമായ ഫർഗൂസ് എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ വാസ്തുശില്പങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ശില്പകലയെ കുറിച്ച് പഠിക്കുന്നു. മെച്ചപ്പെട്ടതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഗ്രീക്ക് ബന്ധങ്ങളുടെ അനന്തരഫലമാണ് എന്ന ഒരാശയമാണ് പൊതുവിൽ സാമ്രാജ്യ ചരിത്ര വിജ്ഞാനം. അപ്പൊ സാമ്രാജ്യ ചരിത്ര വിജ്ഞാനത്തിന്റെ ആകത്തുക എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭൂതകാലത്തെ ആകമാനം സംസ്കാര ശൂന്യവും ഇന്ത്യൻ ഭൂതകാലത്തെ ആചാരബദ്ധവും മതഭ്രാന്തവും മതവിദ്വേഷ നിർഭരവും ഒക്കെയായി ഒന്നായിട്ട് അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഇതിന്റെ മറുപുറം പോലെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ വികസിച്ചു വന്ന മറ്റൊരു പ്രവണത, യൂറോപ്പിലെ പണ്ഡിതന്മാരായ ഒരു കൂട്ടം ആളുകൾ പൗരസ്ത്യ ദേശങ്ങളെ സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും അറേബ്യയെ കുറിച്ച്, ചൈനയെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച് ഒക്കെ സവിശേഷമായി പഠിക്കാൻ തുടങ്ങുകയും അതിലൊരു കൂട്ടം ഇന്ത്യ പണ്ഡിതന്മാരെ ഇന്ത്യയെ വളരെ ആദർശാത്മകമായ ഒരു ഭൂതകാലമുള്ള സമൂഹമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കുന്ന വില്യം ജോൺസ് മുതൽ ചാൾസ് വിൽക്കിൻസ്, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ചാൾസ് വിൽക്കിൻസ് ആണ്. വില്യം ജോൺസ് ആണ് കാളിദാസ ശാസ്ത്രം വിവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ധാരാളം പേർ, മാക്സിമുള്ളവർ പോലെ, HS വിൽസൺ പോലെ പണ്ഡിതന്മാരുടെ ഒരു നീണ്ട നിര വരികയും അവർ ഇന്ത്യയുടെ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതേക്കുറിച്ചുള്ള ആശയാവലികളൊക്കെ രൂപപ്പെടുത്തി അതിപ്രാചീനമായ ഒരു സുവർണ ഭൂതകാലമുള്ള സമൂഹമാണ് ഇന്ത്യ എന്ന് വാഴ്ത്താൻ തുടങ്ങുകയും ഇന്ത്യയെ ഒരു ആത്മീയ ഭൂപ്രദേശമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇന്ത്യൻ ആത്മീയത എന്നുള്ള സങ്കല്പക്രമം വികസിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു മതാത്മക സമൂഹമാണ് എന്നുള്ള സങ്കല്പക്രമം പോസിറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്
പൗരസ്ത്യവാദികളാണ്. ഇപ്പൊ മാക്സിമം ഉള്ളത് അദ്ദേഹത്തിന്റെ 1818 തന്നെ പുറത്തു വന്ന ഗ്രന്ഥമാണ് ഇന്ത്യ വാക്യാനിക് ടീച്ചേഴ്സ്, ഇന്ത്യ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു. അതില് അദ്ദേഹം ഇന്ത്യയുടെ ഭൂതകാലത്തെ ഒരു ആദർശസുരഭിലമായ സുവർണ ദശയായിട്ട് അവതരിപ്പിക്കുന്നു. മാക്സിമം ഇന്ത്യൻ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട്. ഇന്ത്യൻ ജനതയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദേ ആർ നോട്ട് ആക്റ്റീവ്, അക്യൂസിറ്റീവ് ആൻഡ് അഗ്രസീവ് ബട്ട് പാസീവ്, മെഡിറ്റേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് എന്നാണ്. അവരെ ക്രിയോന്മുഖരല്ല, സമ്പാദന തത്വങ്ങളല്ല, അക്രമവാസികളല്ല. ഓർക്കണം കേട്ടോ, തമ്മിൽ മരിച്ച, തലതല്ലി മരിച്ച എത്രയോ സമൂഹങ്ങളുടെ ചരിത്രം മഹാഭാരതം മുതൽ ഇവിടെ കിടക്കുമ്പോഴാണ് മൂപ്പർ എഴുതിയത്. ദേ ആർ നോട്ട് അഗ്രസീവ്, അക്യൂസിറ്റീവ് ആൻഡ് ആക്റ്റീവ് ബട്ട് പാസീവ്. ഭൂതകാലത്തെ കെട്ടിപ്പിടിക്കാനുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ സമരമുഖമായി ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തെ പണിതീർത്തെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഇപ്പൊ 19ാം നൂറ്റാണ്ടിലെ ആ ശ്രമങ്ങളിൽ ഏർപ്പെട്ട ഇപ്പൊ ആർ.ജി. ഭണ്ഡാർക്കർ ഉണ്ട്, അതുപോലെയുള്ള എച്ച്.സി. റായ്ചൗധരിയെ പോലെയുള്ള ആർ.സി. ദത്തിനെ പോലെയുള്ള രമേശ് ചന്ദ്ര ദത്ത്, അതുപോലെ ആർ.ജി. ഭണ്ഡാർക്കർ, ഇവരൊക്കെ താരതമ്യേന ഈ കുടുക്കിൽ അധികം പെടാതെ ഒരു തരത്തിൽ ഒരു എന്താ പറയാ എംപിരിസിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു സമീപനത്തെ റാങ്ക് സ്കൂളിന്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ, തെളിവുകളെ മുൻനിർത്തി സംസാരിക്കാനൊക്കെ കൂടുതൽ ശ്രമിക്കുകയും വ്യാഖ്യാനങ്ങൾ ചരിത്രത്തിൽ വേണ്ട, വസ്തുതകൾ സ്വയം സംസാരിക്കുമെന്ന ഒരു പരിപ്രേക്ഷ്യമാണ് ആർ.സി. ദത്തും അതുപോലെ മജുംദാറും ഒക്കെ ആദ്യഘട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷെ അവരുടെ വീക്ഷണങ്ങൾക്ക് അധികമൊന്നും നിലനിൽപ്പുണ്ടായില്ല. 20ാം നൂറ്റാണ്ട് തുടങ്ങുന്നതോടെ തന്നെ ദേശീയവാദത്തിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങളും ദേശീയ ചരിത്ര രചനയും തമ്മിൽ കൈകോർക്കുകയും പൗരസ്ത്യവാദികൾ ഇന്ത്യക്ക് മേൽ കൽപ്പിച്ചു നൽകിയ സുവർണ ഭൂതകാല മഹിമാ സങ്കല്പങ്ങളൊക്കെ പൊതുവെ നമ്മുടെ ദേശീയവാദം ചരിത്രം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പൊ ബാലകാലത്തിലെ 1905 തന്നെ ഒറിയോ ഓൺ ദ ആർട്ടിക് ഫോം ഓഫ് ആര്യൻസ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതുന്നു. ആര്യന്മാരുടെ ജന്മം, പ്രഭവം, ദേശം ഇന്ത്യയാണ് എന്ന് അദ്ദേഹം അതിൽ വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നു. പലമാതിരി വാദങ്ങൾ ഇക്കാലത്ത് വികസിച്ചു വരുന്നു. കെ.പി. ജയ്സ്വാൾ, കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന കെ.പി. ജയ്സ്വാൾ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഹിന്ദു പോളിറ്റി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ നിന്ന് തിരിച്ചുവിട്ട ആളാണ്. വലിയ പോരാളിയൊക്കെ ആയിരുന്നു അദ്ദേഹം, വലിയ സ്വാതന്ത്ര്യ സമര ഭടനായിരുന്നു. പക്ഷെ അദ്ദേഹം വാദിച്ചെത്തുന്ന വീക്ഷണഗതികൾ അത്യന്തം അപകടകരമായിരുന്നു. ഇപ്പൊ വേദങ്ങളിൽ പറയുന്ന സഭകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്ററി സംവിധാനത്തിന് തുല്യമാണ് എന്നിടത്തേക്കെല്ലാം വാദിച്ചെത്തുന്ന, ഇതിന് സമാനമായ വാദങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാ പഞ്ചായത്തിലും കേൾക്കാൻ പറ്റില്ല. അമ്പലപ്പറമ്പിലും വരുന്നത് വാസ്തവത്തിൽ ഈ വാദത്തിന്റെ ചെറു രൂപങ്ങളാണ്. ആറ്റം ബോംബ് ഇവിടെ ഉണ്ടായിരുന്നു, വേദത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഏർപ്പാടുണ്ടല്ലോ. അതിപ്പോ തുടങ്ങിയതല്ല എന്ന് പറയുകയാണ് ഞാൻ. ഈ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകം മുതൽ ദേശീയവാദ ചരിത്രത്തിന്റെ പല പ്രകാരങ്ങളിൽ ഇത് വികസിച്ചു വരുന്നു. അങ്ങനെ ഭൂതകാലത്തിന്റെ അമിതമായ ആദർശവൽക്കരണം ഒരു ഭാഗത്ത് വരുന്നു. ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു തിസീസായി ഉന്നയിക്കപ്പെടാൻ ഇന്ത്യയുടെ പൗരാണിക മഹിമയെ തകർക്കുന്ന ഒരു സന്ദർഭമായി സുൽത്താനേറ്റിനെ കാണുകയും, സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കടന്നു കയറുന്നതിന് വഴിവെക്കുന്ന മട്ടിൽ ഇന്ത്യയുടെ പൗരാണിക മഹിമയെ ശിഥിലമാക്കി, മറുഭാഗത്താകട്ടെ ഇന്ത്യയുടെ സുവർണ ഭൂതകാലത്തിന്റെ മഹിമകളെ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരട്ട നിലയിൽ കുറ്റവാളിത്തമുള്ള ഒന്നാണ് സുൽത്താനേറ്റും പിന്നാലെ വന്ന മുഗൾ ഭരണമടക്കമുള്ള സംവിധാനങ്ങൾ എന്ന വാദഗതി പൊതുവിൽ വികസിച്ചു. വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കൗതുകമുള്ള ഒരു സാദൃശ്യം കാണാം. ഇപ്പൊ 927 ഹിന്ദുത്വ എന്ന ടെക്സ്റ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് സവർക്കർ പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാഷ്ട്രങ്ങളാണ്. നമ്മളിപ്പോ ഈ വാദത്തിന്റെ അക്കൗണ്ട് ഭിന്നയുടെ നിലയിലാണ് വെക്കാറ്. വാസ്തവത്തിൽ ഭിന്ന നിരാഷ്ട്രവാദം ഉന്നയിക്കുന്നതിന് ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് തന്നെ ഇന്ത്യ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് എന്നും ഇവ തമ്മിൽ യോജിച്ചൊരു ജീവിതം സാധ്യമല്ല എന്നുമുള്ള നിരീക്ഷണം അവതരിപ്പിക്കുന്നത് സവർക്കറാണ്. ഹിന്ദുത്വ എന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുയിസം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില്. പിന്നീട് ചിന്ന നിരാഷ്ട്രവാദം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ വാദം തന്നെ ഉന്നയിക്കുകയും 1200 കൊല്ലമെങ്കിലുമായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത സമൂഹങ്ങളായിട്ടാണ് ജീവിച്ചത്, ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് അവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല എന്ന വാദം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ വാദത്തെ നമുക്ക് ഏറ്റവും നന്നായി മറ്റൊരു നിലയിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയവാദ ചരിത്രകാരനായിട്ട് പലരും കരുതിയ ആർ.സി. മജുംദാറിലാണ്. ആർ.സി. മജുംദാർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ്
ഇന്ത്യ എന്ന അനവധി വാല്യങ്ങളുള്ള ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച ഇന്ത്യ ചരിത്ര പരമ്പരയിൽ അദ്ദേഹം വാദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചെങ്കിലും പരസ്പര എന്നത് പോയിട്ട് പരസ്പര സഹകരണം പോലും സാധ്യമല്ലാതെ പോയ ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും. അതുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് അവയ്ക്ക് ചേർന്നുള്ള നിലനിൽപ്പ് സാധ്യമല്ല എന്ന ഒരു നിരീക്ഷണം മജുംദാർ. ഇത് മജുംദാർ നേരിട്ട് പറയുന്നു എങ്കിൽ ജയ്സ്വാളിനെ പോലെയും അല്ലെങ്കിൽ ആർ കെ മുഖർജിയെ പോലെയും ഒക്കെയുള്ള എച്ച് സി റായ്ചൗധരിയെ പോലെയും ഒക്കെയുള്ള അക്കാലത്തെ ചരിത്രകാരന്മാരുടെ രചനകളിൽ ഏറിയും കുറഞ്ഞും ഈ വാദഗതികൾ വികസിച്ച് വരുന്നുണ്ട്. അങ്ങനെ ദേശീയവാദ ചരിത്രം സാമ്രാജ്യത്വ ചരിത്രത്തിനെതിരെ ഇന്ത്യയുടെ ഭൂതകാല മഹിമയെ ഒരു രാഷ്ട്രീയായുധമായി ഒരു ഭാഗത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ സാമ്രാജ്യവാദ ചരിത്രം ഉണ്ടാക്കിയ നിർണായകമായ ഒരു വൈരുദ്ധ്യത്തെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അത് ഇന്ത്യൻ ജനത അകമേ വിഭജിതമാണ് എന്നതാണ്. ഈ വിഭജനത്തിന്റെ യുക്തിയെ അവർ വിശദീകരിച്ചതാകട്ടെ മധ്യകാലത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ മുൻനിർത്തിയാണ്. വാസ്തവത്തിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇൻഡസ് വാലിയിലെ ജനങ്ങൾ തന്നെ സ്റ്റെപ്പി പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ്. തദ്ദേശീയ ഇന്ത്യക്കാർ എന്ന് നാം വിളിക്കുന്ന ആദിമ ജന തന്നെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന കുടിയേറ്റ പരമ്പരയുടെ പ്രാരംഭഘട്ടത്തിൽ വന്നതാണ്. മൂന്നാമത്തെ വരവാണ് അയ്യന്മാരുടേത്. അതിനുശേഷം ശാകന്മാര്, കുശാനന്മാര്, ഇൻഡോ പാർട്ടിയന്മാര്, ബാക്ട്രിയൻ ഗ്രീസുകാര്, കൂണന്മാര്, ഇങ്ങനെ എത്രയോ പേർ വന്നു. അതിനുശേഷമാണ് മുഗളന്മാരോ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചവരോ ഖിൽജി വംശക്കാരോ ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഈ വരവിന്റെ ഒരു ദീർഘചരിത്രമുണ്ട്. തദ്ദേശീയം എന്ന് പറഞ്ഞ് പുറത്തു പോയാല് പിന്നെ കൈയുമായിട്ട് ആരും ബാക്കിയുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. വന്നതാണ് കഥ. ഉള്ളതിന് വലിയ കഥയൊന്നും വാസ്തവത്തിലില്ല. പക്ഷേ ഈ കഥ നമ്മുടെ ചരിത്രബോധത്തിൽ പതിയെ മാഞ്ഞു പോവുകയും 12ാം നൂറ്റാണ്ട് മുതലുള്ള മധ്യകാല ഇന്ത്യയുടെ ചരിത്രം തകർച്ചയുടെ ഒരു കഥയാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പൗരാണിക സംസ്കാരത്തിന്റെ തകർച്ച, രണ്ട് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ്, പ്രത്യേകിച്ചും ക്ഷേത്രാക്രമണങ്ങൾ മുസ്ലിങ്ങൾ. ഇത് രണ്ടും മുഖ്യമായ പ്രമേയമായി തീർന്നു. അതിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പൊ പറയാൻ നേരില്ല. ഒരു കാര്യം മാത്രം പറയാം. ഈ മധ്യകാലം തകർച്ചയുടെ നൂറ്റാണ്ട്, ഇരുണ്ട നൂറ്റാണ്ട്. യൂറോപ്പിന് നവോത്ഥാനത്തിന് മുമ്പ് ഒരു ഇരുണ്ട നൂറ്റാണ്ട് ഉണ്ടായതുപോലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇന്ത്യ ചരിത്രത്തിൽ കണ്ടെത്തിയ ഇരുണ്ട നൂറ്റാണ്ടാണ് 12 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ട്. ഇസ്ലാമിക ഭരണം എന്നവർ വിളിച്ച കാലഘട്ടം. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇസ്ലാമിക ഭരണമൊന്നും ആ കാലത്ത് ഇന്ത്യയിലില്ല. മുഗൾ രാജാക്കന്മാർ പോലും മുസ്ലിങ്ങൾ എന്ന നിലയ്ക്കല്ല ഭരിച്ചത്. വ്യക്തിപരമായ മുസ്ലിങ്ങളായിരുന്നു. മരണം ശരീഅത്ത് നിയമത്തിനനുസരിച്ചുള്ള സംവിധാനത്തിലേ ആയിരുന്നില്ല. സവാബിത്വം എന്ന് പറയുന്ന പൊതു നിയമങ്ങൾക്കുള്ളിലാണ്. ശരീഅത്ത് എന്ന് പറയുന്ന മതനിയമങ്ങൾക്കുള്ളിലല്ല. ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ ആകട്ടെ ഖിൽജി വംശജരുടെ ആകട്ടെ ആരുടെയും ഭരണം നടന്നിട്ടുള്ളത്. സിയാവുദ്ദീൻ നറാനി എന്ന് പറയുന്ന മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്ര പണ്ഡിതൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഒരു കാലത്തും ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടില്ല, ഇസ്ലാമിക ഭരണം ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ശരീരത്തിനപ്പുറം സവാബിത്ത് എന്ന് പറയുന്ന പൊതു നിയമങ്ങൾ മാത്രമേ മധ്യകാല ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ നിലനിന്നിട്ടുള്ളൂ എന്ന് അക്കാലത്തെ ചരിത്രകാരന്മാർ തന്നെ, ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയതിന്റെ നൂറുകണക്കായ തെളിവുകൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ സാമൂഹിക വിചാരങ്ങളിലൊന്നും അതിന് കാര്യമായ ഇടം കിട്ടിയിട്ടില്ല. മറ്റൊന്ന്, ഈ മധ്യകാലം തകർച്ചയുടെ കാലമാണെന്ന വാദമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സാംസ്കാരിക നിക്ഷേപങ്ങളിൽ നിന്ന് നാം ഇന്ന് കരുതുന്നത് മിക്കവാറും 90% ഈ മധ്യകാലത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകൾ മുഴുവൻ, മലയാളം അടക്കമുള്ള ഭാഷകൾ ഈ മധ്യ നൂറ്റാണ്ടുകളിലാണ്. ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും പോലുള്ള സംഗീത രൂപങ്ങൾ, കഥകളിയും കഥക്കും ഭരതനാട്യവും മോഹിനിയാട്ടവും പോലുള്ള നൃത്തരൂപങ്ങൾ, നമ്മുടെ വാസ്തുവിദ്യാ പാരമ്പര്യം, നമ്മുടെ ചിത്രരചനാ പാരമ്പര്യം, ഇങ്ങനെ ഭക്തി പ്രസ്ഥാനം, സൂഫിസം, ഇങ്ങനെ എത്രയോ ബൃഹത്തായ പാരമ്പര്യങ്ങളുടെ അതിഗംഭീരമായ വളർച്ചയുടെയും ഒരു അർത്ഥത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ബഹുമുഖമായ സ്ഥാപനത്തിന്റെയും സന്ദർഭമാണ് മധ്യകാല നൂറ്റാണ്ടുകൾ. പക്ഷെ അതിനെ ഒരു ഇരുണ്ട നൂറ്റാണ്ടാക്കി സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ അവതരിപ്പിച്ചു. ദേശീയവാദികൾ അറിഞ്ഞും അറിയാതെയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ വിശദാംശങ്ങളിലേക്ക് കൂടുതലായിട്ട് കിടക്കാതെ ഒരു കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇപ്പൊ മധ്യകാല ഇന്ത്യ, ഔറംഗസീബ് ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതഭ്രാന്തനായിട്ട് അവതരിപ്പിക്കപ്പെട്ട ആള്. ഈ ഔറംഗസീബിന്റെ കാലത്തെ കുറിച്ച് തന്നെ ലഭ്യമായ ഒരു കണക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഷാജഹാന്റെ കൊട്ടാരം ഉദ്യോഗസ്ഥന്മാരിൽ ഹിന്ദുക്കളായിരുന്നവരുടെ എണ്ണം 24% ആയിരുന്നു എങ്കിൽ ഔറംഗസീബിന്റെ കാലത്ത് 24% 33% വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് മധ്യകാല ഇന്ത്യയെ കുറിച്ചുള്ള കണക്കുകൾ.
ഹിന്ദു മുസ്ലിം സംഘർഷം എന്നവരിൽ അവതരിപ്പിക്കപ്പെട്ട മതപരമായ സംഘർഷങ്ങളായി അവതരിപ്പിക്കപ്പെട്ട ലഹളകളുടെ പിന്നാമ്പുറത്തേക്ക് നോക്കിയാൽ മതപരം എന്നതിനേക്കാൾ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ ആവശ്യങ്ങളായിട്ടാണ് അവ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോ ഔറംഗസീബിനെതിരെ യുദ്ധം ചെയ്ത ശിവജി താന്റെ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം പിന്നെ തിരിയുന്നത് തന്റെ സഹോദരൻ കൂടിയായ അർദ്ധസഹോദരൻ കൂടിയായ ബാംഗ്ലൂരി ഗോഡ്സേക്കെതിരെയാണ് അദ്ദേഹം യുദ്ധം നയിക്കുന്നത്. വിജയനഗര സാമ്രാജ്യം അവതരിപ്പിക്കപ്പെട്ടത് ബാമിനി സുൽത്താൻമാർക്കെതിരായ ഹൈന്ദവ ജനജാഗരണം എന്ന നിലയിലാണ്. ഇതിലാണ് ശാസ്ത്രീയൊക്കെ അങ്ങനെ എഴുതുന്നു. അങ്ങനെ ബാമിനി സുൽത്താൻമാർക്കെതിരായ ജനജാഗരണത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട വിജയനഗരം തന്നെയാണ് തെക്ക് തഞ്ചാവൂരിനോടും വാറങ്കലിനോടും യുദ്ധം ചെയ്യുന്നത്. ഇത് ഹിന്ദു രാജ്യങ്ങളാണ്. മുഗള സാമ്രാജ്യത്തിനെതിരായ ഹിന്ദു യുദ്ധമുഖമായി അവതരിപ്പിക്കപ്പെട്ട ശിവജി മുഗളന്മാരുമായുള്ള യുദ്ധത്തിന് ശേഷം യുദ്ധം ചെയ്യുന്നത് നായക്കന്മാരാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ യുദ്ധത്തിന് ജാതി മതമൊന്നുമില്ല. വളരെ മതനിരപേക്ഷമായ ഒരു ഏർപ്പാടാണ് യുദ്ധം. അതില് സമ്പത്ത്, അധികാരം എന്നീ പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ മധ്യകാല സാമ്പത്തിക ഇടമത്സരങ്ങൾ ക്ഷേത്രങ്ങളിലേക്കും മറ്റുമൊക്കെ കടന്നപ്പോ പിൽക്കാലത്തെ ചരിത്രാഖ്യാനം അതിനെയൊക്കെ മതപരമായ യുക്തികളാക്കി മാറ്റുകയും സോമനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുകയും നമ്മുടെ രാഷ്ട്രപതി തന്നെ, ഒന്നാമത്തെ രാഷ്ട്രപതി തന്നെ അതിനുവേണ്ടി പണപ്പിരിവിന് വേണ്ടിയും മുൻകൈയെടുക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുകയും ജനാധിപത്യ ബോധമുള്ള ഒരു പ്രധാനമന്ത്രി അന്ന് ഉണ്ടായതുകൊണ്ട് നടക്കാതെ പോവുകയും ചെയ്തു. അതിലൊരു ഉറക്കം കേട്ടോ. പ്രസാദിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ നെഹ്റു അത് ഖണ്ഡിതമായി നിരസിച്ചതുകൊണ്ട് നടക്കാതെ പോയതാണ്. ഇങ്ങനെ നടന്നെടുത്തു നിന്നാണ് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം പൊളിച്ച് മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം പണിയുന്നതിന് തറക്കല്ലിടുന്ന ഒരു പ്രധാനമന്ത്രിയുടെ കാലത്ത് നമ്മൾ എത്തിയത്. രാജേന്ദ്രപ്രസാദ് സമാധാനത്തിന് വേണ്ടി വാദിച്ചപ്പോ അതിനെ വിലക്കിയ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു മതത്തിന്റെ ആരാധനാലയം തകർത്ത് വേറൊരു മതത്തിന്റെ ആരാധനാലയം പണിയുന്നതിന് തനിക്ക് തറക്കല്ലിടാമെന്ന് പ്രധാനമന്ത്രി കരുതുകയും അപ്പോഴും ഭരണഘടനയുടെ ആമുഖത്തില് മതനിരപേക്ഷത എന്ന വാക്ക് ഒരു അവശിഷ്ട ഭംഗിയോടെ നമ്മെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. അത് വിചിത്രമായൊരു കാര്യമാണ്. ഒരു മറ്റൊരു കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇന്ത്യയുടെ ദേശീയവാദ ചരിത്രം ഉണ്ടാക്കിയ വലിയൊരു പരാധീനത അത് പൊളിറ്റിക്കലി ഇൻക്ലൂസീവായി വികസിച്ചു വന്ന നമ്മുടെ ദേശീയ ഭാവനയെ അഥവാ ഇന്ത്യ എന്ന ആശയത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിലേക്ക് അത് വ്യത്യസ്ത പാരമ്പര്യങ്ങളെ കൂട്ടിയിണക്കുകയും പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആവുകയും ചെയ്തു എങ്കിൽ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ഇതിന്റെ വിപരീത ദശയിൽ എക്സ്ക്ലൂസീവായ ഒരു നിലയിലാണ് സഞ്ചരിച്ചത്. ചിലരങ്ങനെയല്ല. താരാചന്ദിനെ പോലെയുള്ള ആള്, പ്രൊഫസർ മുഹമ്മദ് ഹബീബിനെ പോലെയുള്ള ആള്, ബെനി പ്രസാദിനെ പോലെയുള്ള ആളുകൾ, ചിലരൊക്കെ അതിനെതിരെ നീങ്ങാൻ ശ്രമിച്ചെങ്കിലും നിർണായകമായ ഒരു വിജയം അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി കണ്ടിട്ട് കൂടിയാണ് വാസ്തവത്തിൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതി ഇന്ത്യ ചരിത്ര രചനയിലെ ദേശീയവാദ ചരിത്രത്തിന്റെ മതപരമായ മുൻവിധികൾക്കെതിരായ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെ കൊണ്ടാകുന്നത് പോലെ ശ്രമിച്ചത്. എങ്കിലും അദ്ദേഹത്തിന്റെ ശ്രമത്തിനും താൽക്കാലികമായ വിജയമേ ഉണ്ടായുള്ളൂ. രവീന്ദ്രനാഥ ടാഗോർ സമീപകാലത്ത് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യമുണ്ട്. അവരോട് ചോദിച്ചത് ഇന്ത്യയുടെ ചരിത്ര വിജ്ഞാനത്തിന്റെ വളർച്ചയിൽ സംതൃപ്തയാണോ എന്ന് ചോദിക്കുമ്പോൾ ടാഗോർ പറയുന്നത്, ചരിത്ര വിജ്ഞാനത്തിന്റെ വളർച്ചയിൽ ഞാൻ തൃപ്തയാണ്. ഇന്ത്യ പൊതുവെ ഇന്ത്യൻ സർവകലാശാലകളിൽ ചരിത്ര വിജ്ഞാനം നന്നായി വളർന്നു എന്നത് ശരിയാണ്. പക്ഷേ അതിനെ സാമൂഹ്യ ബോധമായി പരിണമിപ്പിക്കുന്നതിൽ നമ്മൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇന്നും ഇന്ത്യയിൽ തുടരുന്ന സാമൂഹ്യമായ ചരിത്രധാരണ എന്താണ്? ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാണ്. ഹിന്ദു എന്ന പദം ഒരു മതപരമായ വിവക്ഷകളോടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിലാണ് എന്ന കാര്യം എത്ര പേർക്ക് അറിയാം? നാരായണഗുരു പറയുന്നുണ്ട് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. രവീന്ദ്രനാഥ ടാഗോർ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ചക്രവർത്തിയായ വിക്രമാദിത്യന്റെ കൊട്ടാര സദസ്സിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു ഹിന്ദുവാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാല് ഇവർക്ക് ആ ചോദ്യം തന്നെ മനസ്സിലാവുമായിരുന്നില്ല എന്ന്. കാരണം ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിൽ അത് പ്രചാരത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. മതപരമായ അർത്ഥവിവക്ഷകൾ പിന്നെയും അത്ര കഴിഞ്ഞിട്ടാണ് വരുന്നത്. ചരിത്രം ഒരു ഭാഗത്ത് നിൽക്കുന്നു, പക്ഷെ അതേക്കുറിച്ചുണ്ടാക്കിയ ഐതിഹ്യങ്ങളും ഭാവനാബന്ധങ്ങളും ഭൂതകാല അഭിമാനങ്ങളും ഒക്കെ പൊതുബോധത്തിൽ പ്രവർത്തിക്കുകയും മാർക്സ് പറഞ്ഞതുപോലെ ഒരാശയം ഒരു ജനതയെ കീഴടക്കിയാൽ അതൊരു ഭൗതിക ശക്തിയായി മാറുന്നതിന്റെ ഏറ്റവും നിർണായകമായ തെളിവായി ദേശീയവാദ ചരിത്രം ഇന്ത്യയുടെ ഭൂതകാലത്തിനുണ്ടാക്കിയ വ്യാഖ്യാനങ്ങൾ അവശേഷിക്കുകയും ചെയ്തു.
അതുകൊണ്ടാണ് സാവർക്കർ പറഞ്ഞത് ഹിന്ദുത്വം എന്നതൊരു വാക്കല്ല, അതൊരു ചരിത്ര കൽപ്പനയാണ്. ഇറ്റ്സ് എ ഹോൾ ഹിസ്റ്ററി. ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരാൾ സാവർക്കറാണ്. സാവർക്കർ ഒരിക്കൽ എഴുതുന്നുണ്ട്, ഹിന്ദുത്വ ഇസ് നോട്ട് എ വേർഡ്, ഇറ്റ് ഇസ് എ ഹോൾ ഹിസ്റ്ററി. അതൊരു പൂർണ്ണ ചരിത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ദേശീയതയുടെ, ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിനെ ദുർബലപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീർന്നത് ഇന്ത്യയുടെ ദേശീയവാദ ചരിത്രത്തിന്, രാഷ്ട്രീയമായ ഇൻക്ലൂസീവ്നെസ്സിനെ സാംസ്കാരികവും അവബോധപരവുമായി വികസിപ്പിക്കാനോ, ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് മുഗൾ ചിത്രകല കൂടി ചേർന്നതാണെന്ന്, അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് കഥക്കും കഥകളിയും എന്നതുപോലെ നമ്മുടെ മുഗൾ കൊട്ടാരത്തിലെ നൃത്ത പാരമ്പര്യങ്ങളും മുഗൾ ചിത്ര പാരമ്പര്യങ്ങളും ആദിവാസികളുടെ രചനാരൂപങ്ങളും തദ്ദേശീയ ജനതയുടെ നിർമ്മാണ വൈഭവങ്ങളും ഒക്കെ ചേർന്നതാണെന്ന്, കേരളീയ ചുമർചിത്രകല എന്ന് പറഞ്ഞാൽ അമ്പലച്ചുവരിലെ ചിത്രങ്ങൾ എന്നതുപോലെ കണ്ണൂർ പള്ളിയിലെയും ഈ കോട്ടയത്തെ നാനാതരം പള്ളികളിലെയും ചിത്രങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ചുമർചിത്രം എന്ന് വേണം ചെയ്യാനെന്ന് കേസരി ബാലകൃഷ്ണനുള്ള ഓപ്പറസംഗീതിട്ട് 100 അല്ലേ. കേസരി 1920 എഴുതിയത് ഈ അമ്പല ചിത്രങ്ങളെ മാത്രം ചുമർചിത്രമായി കാണരുത് എന്ന്. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വികസിച്ച് വന്നിട്ടും പക്ഷെ 100 വർഷത്തിന് ശേഷവും ഈ നമ്മുടെ രാഷ്ട്രീയമായി ഇന്ത്യ എന്ന ആശയത്തിൽ 4ാം ഘട്ടത്തിലുണ്ടായ 20 മുതൽ 45 വരെ ഉണ്ടായ ആ ഇൻക്ലൂസീവ്നെസ്സിനെ കൾച്ചറലായി ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല. അതിനെ അസാധ്യമാക്കിയ സുപ്രധാന ഘടകം ഈ ദേശീയ ഭാവനയുടെ ഒരു തരം മതാത്മക പ്രകൃതമാണ്, ദേശീയവാദ ചരിത്രത്തിന്റെ മതാത്മക പ്രകൃതമാണ്. ആ പ്രകൃതത്തെ ഭേദിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വാസ്തവത്തിൽ അക്കാഡമിക്കുകളായ പണ്ഡിതന്മാർക്ക് ഔദ്യോഗികമായി കഴിഞ്ഞെങ്കിലും ഈ ഔദ്യോഗിക ബോധത്തെ പൊതുബോധത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനോ അതിന്റെ പിന്തുടർച്ചയ്ക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശരിയായ രാഷ്ട്രീയ അവബോധം സർവകലാശാല സെമിനാറുകൾ അവസാനിച്ചു. സാമൂഹ്യ ബോധം മതവർഗീയതയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല വിഭവ സ്രോതസ്സായി നിലനിൽക്കുകയും അതിപ്പോ അവര് മുതലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചരിത്ര വിജ്ഞാനത്തിന്റെ പ്രശ്നം എന്നത്, ഹിസ്റ്റോറിയോഗ്രാഫിക് ഇഷ്യൂ എന്നത് ഏതോ പണ്ഡിത സഭയിലെ ചർച്ചാ വിഷയമാണ് എന്നല്ല നാം കരുതേണ്ടത്. നാം നേരിടുന്ന ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യ ചരിത്ര വിജ്ഞാനത്തിലെ ഈ സംയുക്തത എന്നത്. ഇത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏത് ചരിത്ര പണ്ഡിതനേക്കാളും നന്നായി മനസ്സിലാക്കിയതാണെന്നതിൽ സാവർക്കറാണ്. അതുകൊണ്ടാണ് സാവർക്കർ പറഞ്ഞത് ഇതൊരു വാക്കല്ല, ഇതൊരു ചരിത്ര ഭാവനയാണ് എന്നത്. ഈ ചരിത്ര ഭാവനയെ നമുക്ക് എങ്ങനെ ഭേദിക്കാൻ പറ്റും എന്നതിന് ഒരുപക്ഷെ ഉള്ള ഒരു ഉത്തരം അമർത്യാസൻ സമീപകാലത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭൂതകാലത്തെ ഹൈന്ദവേതരമായ മതപാരമ്പര്യങ്ങളോടും ഇന്ത്യയിലെ തദ്ദേശീയ ജനതയുടെ നിർമ്മാണ വൈഭവങ്ങളോടും ഇന്ത്യൻ ഭൂതകാലത്തെ രൂപപ്പെട്ട ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങളോടും ബന്ധപ്പെടുത്തി പുനർനിർമ്മിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയും എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളും യഹൂദരും, അതായത് നമ്മുടെ കേരള സംഗീതം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് ശ്രേയമാഷ്ടർ സമാഹരിച്ച കാർമുഴലി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ, അല്ലാതെ ആർക്കും എന്താണെന്ന് ഇപ്പോഴും നിശ്ചയില്ലാത്ത സോപാനമാണ് കേരള സംഗീതം എന്ന് മാത്രം ധരിക്കാതെ ഈ മാപ്പിളപ്പാട്ടിലും കേരള സംഗീതമുണ്ട്, കാർമുഴലിയിലും കേരള സംഗീതമുണ്ട് എന്ന് കണക്കാക്കാൻ. അങ്ങനെ ബൗദ്ധവും ജൈനവും ഒക്കെയായ മതപാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ ആദിവാസികളും ദളിത് വിഭാഗങ്ങളും പാർശ്വവൽക്കൃത സമൂഹങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയ വിജ്ഞാന വൈഭവങ്ങൾ, ഇതുപോലെ തന്നെ അർത്ഥശാസ്ത്രവും കാമസൂത്രവും മുതൽ രസവിദ്യയും ഗണിതവും വരെയുള്ള വിജ്ഞാന പാരമ്പര്യങ്ങൾ, ഇവയെ കൂടി ചേർത്ത് മതകേന്ദ്രിതവും ധ്യാനാത്മകവുമായ ഒരു ഭൂതകാല ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ ഭൂതകാലത്തെ തുറക്കാൻ നമുക്ക് കഴിയുക എന്നത് ഒരു ചരിത്ര വിജ്ഞാനപരമായ ഇടപെടലാണ്. പക്ഷെ അത് ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇടപെടലും ആണ്. ഈ രാഷ്ട്രീയ ഇടപെടലിന് നമുക്ക് കെൽപ്പുണ്ടോ എന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചുള്ള ഏറ്റവും മർമ്മസ്പർശിയായ ഒരു പ്രശ്നമായിരിക്കുന്നു എന്ന് പറയാനാണ്